ഹൈ മക്കളെ, നിങ്ങളുടെ SLCയുടെ റീവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ റീവാലുവേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പിടിച്ചോ. ഇതൊരു ഔദ്യോഗിക അപ്ഡേറ്റ് ഒന്നല്ല, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾ പലരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ റീവാലുവേഷൻ്റെ പരിപാടി ഇറ്റ്സ് ഗോയിങ് ഓൺ. അത് ഈ വരുന്ന 28, 29 തീയതികളിലായിരുന്നു കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ റീവാലുവേഷൻ്റെ പേപ്പറിൻ്റെ എല്ലാ പരിപാടിയും 28, 29 ഉള്ളിൽ റീവാലുവേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഈ വരുന്ന 30 തീയതി, അതായത് ഈ നമ്മുടെ മെയ് മാസം 30 തീയതി ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് മെജോറിറ്റി വരിക. അപ്പോൾ 30 തീയതി ആയിരിക്കും നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡേറ്റ്, ഇതൊരിക്കലും ഒരു ഒഫീഷ്യൽ ഡേറ്റ് അല്ല, പക്ഷേ നമുക്ക് ഈ വരുന്ന 30 തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 30 തീയതി ആയിട്ട് നമ്മുടെ റീവാലുവേഷൻ റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിലവിലെ സാഹചര്യം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യമൊന്നും അല്ലെങ്കിൽ നമുക്ക് 30 തീയതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമ്മുടെ റീവാലുവേഷൻ റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് എവിടെ കിട്ടും? നമ്മുടെ മുന്നേ SLC റിസൾട്ടൊക്കെ വന്ന അതേ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും റീവാലുവേഷൻ റിസൾട്ട് ആയിരിക്കും. ആ റീവാലുവേഷൻ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായി നിങ്ങൾ എഴുതിയ പേപ്പറിലെ മാർക്ക് അത് കൂടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ എന്താണുള്ളത് കൃത്യമായി അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ A ഉള്ളത് A+ ആയി മാറിയിട്ടുണ്ട്, B ഉള്ളത് B+ ആയി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ കൊടുത്ത പൈസ റീവാലുവേഷൻ്റെ ഭാഗമായി നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു, അത് സ്കൂൾ ത്രൂ ആയിരിക്കും നിങ്ങൾ തിരിച്ചു കേട്ടോ. സ്കൂളിലേക്കാണ് അതിൻ്റെ പൈസ കിട്ടാന്നാണ് ഞാൻ അറിയുന്നത്. അത് സ്കൂൾ ടീച്ചേഴ്സൊക്കെ നിങ്ങൾ വിളിക്കും. ഓക്കെ, ചില ടീച്ചേഴ്സ് പറയും അതൊന്ന് വാങ്ങാൻ വരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നോക്കണ്ട, നിങ്ങളെ പൈസയാണ് പോയി വാങ്ങിക്കൊണ്ട് കേട്ടോ. അടുത്ത പരിപാടി, സാറേ റീവാലുവേഷൻ ഓക്കെ എൻ്റെ ഗ്രേഡൊക്കെ കൂടിക്കണം, നല്ല കാര്യം. പക്ഷേ 28 തീയതിയാണ് നമ്മുടെ എഡിറ്റ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇന്ന് 27 തീയതിയാണ്. നാളെ വൈകിട്ട് 5 മണി വരെ എന്തിനു സമയമുള്ളൂ? നമ്മുടെ റീവാലുവേഷൻ എഡിറ്റ് ചെയ്യാൻ സമയമുള്ളൂ. അതിന് ശേഷമാണ് 29 തീയതി അല്ലെങ്കിൽ 30 തീയതിക്കാണ് ഇതിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വരുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ മാർക്ക് അതിലേക്ക് ആഡ് ചെയ്യുക? വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയം. പക്ഷേ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എന്താണ് ഈ മാർക്ക് ആഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ ഈ വർഷം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ മാർക്ക് രജിസ്റ്റർ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്യും. അപ്പോൾ അതേ മാർക്ക് നിങ്ങളുടെ സർവറിലേക്ക് നിങ്ങൾ HSCAPൻ്റെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റീവാലുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ്, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എജുപോണിൻ്റെ +1 ക്ലാസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം എത്രയും പെട്ടെന്ന് നമ്മുടെ +1 ക്ലാസ്സിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാം. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എല്ലാം നമ്മൾ ടപ്പേന്നായിട്ട് ഏറ്റവും ബെസ്റ്റ് ബാച്ചായിട്ട് നമ്മൾ ഷെഡ്യൂൾ തന്നെ പലതിൻ്റെയും ഷെഡ്യൂളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും കോൺഫിഡൻസോട് ജോയിൻ ചെയ്ത് ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ എജുപോണിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നിങ്ങളുടെ ഫോം നിങ്ങൾ ഫിൽ ചെയ്താൽ മതി. ആൻഡ് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങളുടെ ഇനി ഒരുപാട് സംശയങ്ങൾ ഈ പറഞ്ഞ HSCAP റിലേറ്റീവുമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റീവുമായിട്ടുള്ള സംശയങ്ങൾ എജുപോണിൻ്റെ അഡ്മിഷൻ ഡെസ്ക് ഉണ്ട്, അതിൻ്റെ നമ്പർ വാട്സാപ്പിൽ താഴെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്പറിലൊക്കെ നിങ്ങളുടെ സംശയങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അതും പോരെങ്കിൽ നിഹാൽ സാറിൻ്റെ ഇൻസ്റ്റാ പേജ്, നിഹാൽ സാർ എന്ന ഇൻസ്റ്റാ പേജിൽ ഡെയിലി നിങ്ങളുടെ റിലേറ്റഡ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്, അതിലുള്ള എല്ലാ അപ്ഡേറ്റ്സും അതിൽ വരുന്നുണ്ട്. അതും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ തെറ്റുകൾ കാരണം നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ് നമ്മൾ പുറത്താൻ വേണ്ടി പാടില്ല. അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളൊക്കെ നിങ്ങൾ കിട്ടട്ടെ, നിങ്ങളുടെ റീവാലുവേഷൻ മാർക്ക് കൂടട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ, വിഷസ്, ഓൾ ദി ബെസ്റ്റ്.